ഇത് നേരത്തെ വിൻഡോസിൽ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിൾ സ്റ്റെപ്സിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് KOT അടിക്കാവുന്ന ഒരു സ്ക്രീനാണ്. ഇതിൽ തന്നെ നമുക്ക് ടേക്ക് അവേ വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഒരു ടേബിൾ സെലക്ട് ചെയ്യണം, നമ്മൾ അതിൻ്റെ ഗ്രൂപ്പ് സെലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്യുന്നു. നമുക്ക് ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഇവിടെ കൂട്ടാം കുറയ്ക്കാം. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് പ്രസ്സിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് ഒറ്റടിക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 എന്നുള്ളത് നമുക്ക് മാറ്റാൻ പറ്റും. അതൊക്കെ അവൈലബിൾ ആണ്. 25 എന്ന് വേണമെങ്കിൽ കൊടുക്കാം, ഓക്കെ പറയാം, അത് 25 ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വ്യൂ കാർട്ട് പറയുന്നു. അപ്പൊ നമ്മൾ എത്രയാണോ നമ്മൾ എന്തൊക്കെ ഐറ്റംസ് നമ്മൾ സെലക്ട് ചെയ്തോ എത്രയ്ക്ക് ക്വാണ്ടിറ്റി ആണോ അതെല്ലാം കാണിച്ചു. കസ്റ്റമറായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺഫേം ചെയ്യുന്നു. അതെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഇത് ഇവിടെ പ്ലേസ് ഓർഡർ, കിച്ചണിൽ ഇത് പ്രിന്റ് ആയിട്ട് വരും. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇതിന്റെ സ്റ്റെപ്സ് സിമ്പിളായിട്ട് നമ്മൾ അത് ഹാൻഡിൽ ചെയ്തു. ഇനി നമ്മൾ അടിച്ച ബില്ല് തന്നെ, അടിച്ച KOT നമുക്ക് ബില്ലാക്കി മാറ്റണം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ സ്റ്റെപ്സാണ്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് എടുത്തിട്ട് എല്ലാം കൂടി കണ്ടിട്ട് നമുക്ക് ചെയ്യാം. അതല്ലെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു ഓപ്ഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയും ഈ ടേബിളാണ് ബില്ലാക്കേണ്ടത്, അത് ജസ്റ്റ് അതുമ്മ ക്ലിക്ക് ചെയ്യുക. അപ്പൊ എല്ലാ ഐറ്റംസും ആ KOTയിൽ ജനറേറ്റ് ചെയ്ത എല്ലാ ഐറ്റംസും ഇവിടെ ഷോ ചെയ്തു. ഇത് കഴിഞ്ഞ് അതൊന്ന് കൺഫേം ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇത് ഇവിടെ ഈ ബില്ലുമ്മ ക്ലിക്ക് ചെയ്തു, അത് ബില്ലായി ഉടനെ തന്നെ നമുക്കിത് മൊബൈലിലും ടാബിലും ഈ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഒപ്പം തന്നെ നമ്മുടെ UPI QR ഇവിടെ ജനറേറ്റ് ആയി വന്നു. ഇത് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ക്യാപ്റ്റന്റെ മൊബൈലിൽ ക്യാപ്റ്റൻ വന്ന് ചോദിക്കണു ഇനി എന്തെങ്കിലും ഉണ്ടോ സാർ എന്ന് ചോദിക്കണു, ഇല്ല എന്ന് പറയുന്നു. അപ്പൊ അവിടെ തന്നെ വെച്ചിട്ട് ക്യാപ്റ്റൻ അത് ബില്ലാക്കിയിട്ട് ആ മൊബൈലിൽ തന്നെ അവർക്ക് അപ്പൊ അവർ ആവശ്യപ്പെടുക UPI സ്കാനർ ഉണ്ടോന്ന് ആവശ്യപ്പെടുക. അപ്പൊ നമുക്ക് ആ മൊബൈലിൽ തന്നെ നമുക്ക് കാണിച്ചു കൊടുത്ത് ഈ UPI ആ മൊബൈലിൽ വരും. ആ മൊബൈലിൽ അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ അവർക്ക് സ്കാൻ ചെയ്ത് അത് പേ ചെയ്ത് പോവാം. അപ്പൊ ഈ UPI ജനറേറ്റ് ആയി വരുന്നത് എന്താണോ KOT എമൗണ്ട് ആ എമൗണ്ടിന് കറക്റ്റ് ആയിട്ട് വരിക. പിന്നെ നമ്മുടെ തന്നെ അക്കൗണ്ടിലേക്കാണ് അത് പോവുക. ഇപ്പൊ നമ്മളിപ്പോ ഒരു KOT എടുത്തു, A എന്ന് പറഞ്ഞിട്ടുള്ള ടേബിളിൽ നമ്മൾ എടുത്തു. അപ്പൊ കസ്റ്റമർ പറയുകയാണെങ്കിൽ ഞാൻ ബിയിലേക്ക് മാറിയിരുന്നു, അത് കുറച്ചും കൂടി നല്ല ടേബിളാണ് അല്ലെങ്കിൽ വലിയ ടേബിളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അതിന് ക്ലിക്ക് ചെയ്യാം. അതുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ടേബിൾസ് ഒക്കെ കാണിച്ചു തരും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ടേബിൾ സെലക്ട് ചെയ്ത് ഓക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ A1 എന്ന് പറഞ്ഞത് അടുത്ത ടേബിളിലേക്ക് ചേഞ്ച് ആവും. ഇതുപോലെ തന്നെ നമുക്ക് ബില്ല് വേണമെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് ബില്ല് ചെയ്യാനും പറ്റും. പിന്നെ ഈ മെഷീനെ പറ്റി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ടേക്കിംഗ് എടുക്കാനായിട്ട് ഈ മെഷീൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്ന് നമുക്ക് ഓർഡർ ടേക്കിംഗ് എടുക്കാൻ പറ്റും. അപ്പൊ കസ്റ്റമറായിട്ട് സംസാരിക്കാനും എല്ലാ കാര്യങ്ങൾക്കും വളരെ സൗകര്യമായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും.